ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SS മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 034/2019 എന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. വർക്ക്ഷോപ്പ് അറ്റൻഡർ മെക്കാനിസ്റ്റിലേക്ക് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലെ 20 GK ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് നിർമ്മാണ സമിതിയിൽ അംഗമല്ലാതിരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി സീതാരാമയ്യാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് നിർമ്മാണ സമിതിയിൽ അംഗമല്ലാതിരുന്ന വ്യക്തി എന്ന് പറയുന്നത്. രണ്ടാമത്തെ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 14. മൂന്നാമത്തെ ചോദ്യം, ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏത്? ആൻസർ ഓപ്ഷൻ സി 370 വകുപ്പ് പ്രകാരമാണ് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്നത്. പക്ഷെ ഈ ചോദ്യം ഇനി ചോദിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് നിങ്ങൾ അങ്ങനെ എന്താക്കിയിട്ട് നോക്കണമെന്നില്ല. പക്ഷെ യൂണിയൻ ടെറിട്ടറി ആക്കിയ ഡേറ്റ്, അത് രാഷ്ട്രപതി ഒപ്പുവെച്ച അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കി പഠിക്കണം. നാലാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് രാജ്യമാണ് വിവരാവകാശ നിയമം ആദ്യമായി നടപ്പിലാക്കിയത്? ആൻസർ ഓപ്ഷൻ എ സ്വീഡൻ. സ്വീഡനാണ് വിവരാവകാശ നിയമം ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യൻ പാർലമെന്റ് ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം പാസാക്കിയ വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 2013. 2013 ഇന്ത്യൻ പാർലമെന്റ് ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം പാസാക്കിയ വർഷം എന്ന് പറയുന്നത്. ആറാമത്തെ ചോദ്യം, മലയാളത്തിലെ രണ്ടാമത്തെ വർത്തമാന പ്രസിദ്ധീകരണമായ പശ്ചിമോദയം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്? ഇത് നല്ലൊരു ചോദ്യമാണ്. ആൻസർ ഓപ്ഷൻ ബി തലശ്ശേരിയിൽ നിന്നാണ്. തലശ്ശേരിയിൽ നിന്നാണ് പശ്ചിമോദയം എന്ന പത്രം പ്രസിദ്ധീകരിച്ചത്, എന്ന വർത്തമാന പ്രസിദ്ധീകരണം പ്രസിദ്ധീകരിച്ചത്. ഏഴാമത്തെ ചോദ്യം, സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. എട്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് സ്വാതന്ത്ര്യാനന്തര കാലത്ത് കേരളത്തിൽ നടന്ന ഒരു പ്രധാന സത്യാഗ്രഹ സമരം എന്ന് പറയുന്നത്? ആൻസർ ഓപ്ഷൻ ഡി പാലിയം സത്യാഗ്രഹമാണ്. പാലിയം സത്യാഗ്രഹമാണ് സ്വാതന്ത്ര്യാനന്തര കാലത്ത് നടന്ന സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഒൻപതാമത്തെ ചോദ്യം, ആരാണ് എഡ്വൻ ആർണോൾഡിന്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതി ശ്രീബുദ്ധ ചരിതം എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്? ആൻസർ ഓപ്ഷൻ ഡി കുമാരനാശാനാണ്. കുമാരനാശാനാണ് ശ്രീബുദ്ധ ചരിതം എന്നത് എഴുതിയത്. ശരിയായിട്ടുണ്ട്. അപ്പോ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതി ശ്രീബുദ്ധ ചരിതം എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ആരാണെന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ ഡി കുമാരനാശാനാണ്. പത്താമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ആരാണ് പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തത്? ആൻസർ ഓപ്ഷൻ സി വൈലോപ്പള്ളി ശ്രീധരമേനോനാണ്. വൈലോപ്പള്ളി ശ്രീധരമേനോനാണ് പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്തത്. 11ാമത്തെ ചോദ്യം, ആരെയാണ് ഗാന്ധിജി തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ ബി അക്കമ്മ ചെറിയാൻ. അക്കമ്മ ചെറിയാനെയാണ് ഗാന്ധിജി തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത്. 12ാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം പ്രമേയമാക്കിയുള്ള യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തതാര്? ആൻസർ ഓപ്ഷൻ എ ആർ സുകുമാരനാണ്. ആർ സുകുമാരനാണ് യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത്. ഇത് നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കണം. നമ്മുടെ 10th പ്രിലിംസിന്റെ പറഞ്ഞിട്ടുള്ള ഒരു നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള ഒരു ചോദ്യം എന്തായാലും ചോദിക്കും. 13ാമത്തെ ചോദ്യം, വിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെട്ട കേരള സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളാണ് വിദ്യാധിരാജ എന്നറിയപ്പെട്ടിരുന്നത്. 14ാമത്തെ ചോദ്യം, ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്ന് അരുളി ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദ ഗുരുക്കളാണ്. വാഗ്ഭടാനന്ദ ഗുരുക്കളുടെ വരികളാണ് ഇവ.
15ാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ ആരായിരുന്നു വിഗ്രഹ പ്രതിഷ്ഠ നടത്താൻ ശ്രീനാരായണ ഗുരുവിനെ പ്രചോദനമായ സാമൂഹിക പരിഷ്കർത്താവ് എന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ സി തൈക്കാടയ്യ സ്വാമികളായിരുന്നു. തൈക്കാടയ്യ സ്വാമികളായിരുന്നു വിഗ്രഹ പ്രതിഷ്ഠ നടത്താൻ ശ്രീനാരായണ ഗുരുവിന് പ്രചോദനമായ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറയുന്നത്. 16ാമത്തെ ചോദ്യം, കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ആൻസർ. ഓപ്ഷൻ എ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത്. 17ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ 29ാമത്തെ സംസ്ഥാനമായി തെലങ്കാന നിലവിൽ വന്നത് എന്നാണ്? ആൻസർ. ഓപ്ഷൻ ഡി 2014 ജൂൺ 2-ന്. 2014 ജൂൺ 2-നാണ് 29ാമത് തലസ്ഥാനമായി തെലങ്കാന നിലവിൽ വന്നത്. ഇനിയുള്ള PSCയുടെ ചോദ്യം ലഡാക്കും ജമ്മു ആയിരിക്കും സാധ്യത കൂടുതൽ. 18ാമത്തെ ചോദ്യം, സർക്കാർ ഓഫീസുകളിൽ ഇമെയിൽ സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ. ഓപ്ഷൻ സി ഗോവയാണ്. ഗോവയിലാണ് സർക്കാർ ഓഫീസുകളിൽ ഇമെയിൽ സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത്. 19ാമത്തെ ചോദ്യം, നിപ്പ രോഗത്തിന് കാരണമായ വൈറസുകളെ ആദ്യമായി കണ്ടെത്തിയ കമ്പുങ് സുങ്ങായ് നിപ്പ എന്ന സ്ഥലം ഏത് രാജ്യത്തിലാണ്? ആൻസർ. ഓപ്ഷൻ ബി മലേഷ്യ. നമുക്ക് ചോദിക്കാവുന്ന ചോദ്യം ഇനി കൊറോണ വൈറസ് ആണ്. കൊറോണ വൈറസ് ആദ്യമായി കണ്ടെത്തിയ പ്രവിശ്യ ഏതാണെന്നോ, അല്ലെങ്കിൽ ഏത് സ്ഥലത്താണെന്നോ, അല്ലെങ്കിൽ ഏത് രാജ്യത്തിൽ നിന്നാണോ, അല്ലെങ്കിൽ കൊറോണ ഏത് രോഗവിഭാഗത്തിൽ പെടുന്നു എന്നോ, അങ്ങനെ ഏതെങ്കിലും ഒരു ചോദ്യമായിരിക്കും നമുക്ക് ചോദിക്കാൻ സാധ്യത. അപ്പൊ നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ICCന്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ. ഓപ്ഷൻ സി ദുബായ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ച ആൻസർ ഓപ്ഷൻ സി ദുബായ് ആണ്. അപ്പൊ നമ്മൾ ഇതിലെ 20 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇത് വെറും ഇതിലെ കറന്റ് അഫയേഴ്സ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ നമുക്ക് പ്രിലിംസുമായി ബന്ധപ്പെട്ടതല്ല, അതുകൊണ്ടാണ് ഞാൻ ആൻസർ ചെയ്യാത്തത്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ആൻസർ നിങ്ങൾക്ക് ധൈര്യമായി കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം, അതിനൊരു കുഴപ്പവുമില്ല. പിന്നെ ഞാൻ ചെയ്യുന്ന എല്ലാ ആൻസറുകളും PSC ഫൈനലായിട്ട് ആൻസർ കീയിലിട്ട ആൻസേഴ്സ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഇപ്പോ കുറെ ആയിട്ട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രിസ്ലി അല്ലേ സാറേ എന്ന്. ശരിയാണ്, ജോസഫ് പ്രിസ്ലി തന്നെയാണ് ഓക്സിജൻ കണ്ടുപിടിച്ചത്. പക്ഷേ PSCയുടെ ഓപ്ഷനിൽ ജോസഫ് പ്രിസ്ലി ഉണ്ടായിരുന്നില്ല. അന്നത്തെ ആൻസർ കാൾ ഷീലെ എന്നായിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാൾ ഷീലെ എന്ന് പറഞ്ഞത്. അപ്പൊ പലരും പറഞ്ഞിരുന്നു ഈ ആൻസർ തെറ്റാണ്, അത് PSC ഒഴിവാക്കും, അങ്ങനെയുള്ള പല കമന്റും കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് ഇവിടെ പറയാൻ കാരണം. എല്ലാ ക്ലാസിന്റെയും ആൻസർ, അതായത് ഫൈനൽ ആൻസർ കീയാണ് ഞാൻ എപ്പോഴും ഇടാൻ ശ്രമിക്കാറ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കാം, ഞാനും അങ്ങനെ തന്നെ കരുതിയിരുന്ന PSCയുടെ ആൻസർ കീയിൽ വന്ന വല്ല മിസ്റ്റേക്കും ആയിരിക്കുമെന്ന്. പക്ഷെ PSC ഫൈനലായിട്ട് ആൻസർ കീ തന്നപ്പോഴും അതിലെ ആൻസർ കാൾ ഷീലെ എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാം, ഓക്സിജൻ ഇൻവെന്റഡ് ബൈ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിൽ 3 വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ വ്യക്തി ജോസഫ് പ്രിസ്ലിയാണ്. PSCയുടെ സ്ഥിരം ചോദ്യമാണ് ജോസഫ് പ്രിസ്ലി. രണ്ടാമത്തെ ആൻസർ കാൾ ഷീലയാണ്. മൂന്നാമത്തെ ആൻസർ ലാവോസിയർ ആണ്. ഈ 3 ആൻസർ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് PSCക്ക് PSCയുടേതായ ഒരു ആൻസർ ഉണ്ടായിരിക്കും. ജോസഫ് പ്രിസ്ലി എന്നൊരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും വേണ്ട, ജോസഫ് പ്രിസ്ലി തന്നെ ആയിരിക്കും ആൻസർ. പക്ഷേ ജോസഫ് പ്രിസ്ലി ഇല്ല, അപ്പോൾ അതിലെ ആൻസർ കാൾ ഷീലെ എന്നുള്ളതായിരിക്കും. അല്ലാതെ PSC ഒരു കാരണവശാലും ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യില്ല. നിങ്ങളോട് ഞാനത് പറയാനുള്ള കാരണം, ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ 018/2020 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ക്വസ്റ്റ്യൻ പേപ്പർ പലരും കമന്റ് ആയിട്ട് ചെയ്തിരുന്നു ഈ കാര്യം. അന്ന് ഞാൻ അതിന്റെ കമന്റ് ആയിട്ട് അത് ഇടാൻ മറന്നതാണ്, അല്ലാതെ മനഃപൂർവ്വം ചെയ്ത കാര്യമൊന്നുമല്ല. ഞാൻ ഇന്ന് തന്നെ അത് ചെയ്തു വെക്കാൻ ശ്രമിക്കാം. അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, PSCക്ക് PSCയുടേതായ ഒരു ഉത്തരമുണ്ടായിരിക്കും. കാരണം നമുക്ക്, അതായത് ഗൂഗിൾ ചെയ്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ മറ്റെവിടെ നിന്നുള്ള ഏത് സോഴ്സിൽ നിന്നും PSC ക്വസ്റ്റ്യൻ ചോദിക്കും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ നിങ്ങൾ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ എന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ PSCയുടെ ചോദ്യം ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെ. അന്നത്തെ ആൻസറിൽ ചിറാപുഞ്ചി ഉണ്ടായിരുന്നു.
അതുകൊണ്ട് അന്നത്തെ ആൻസർ ചിറാപുഞ്ചി ആയിരുന്നു. എന്നാൽ ഇന്നത് മൗസിൻ റാമാണ്, അതിൽ തെറ്റില്ല. പക്ഷെ ഓപ്ഷനിൽ മൗസിൻ റാം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരുന്നു ഞാൻ അന്നത്തെ ആൻസർ ചിറാപുഞ്ചി എന്ന് പറഞ്ഞത്. ഞാനത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അത് ഞാൻ ഇന്ന് തന്നെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ 20 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഡൗട്ടോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കൂടി കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റായി രേഖപ്പെടുത്താൻ യാതൊരു മടിയും കാണിക്കരുത്. എല്ലാവരും കമന്റ് ആയിട്ട് തന്നെ രേഖപ്പെടുത്തുക. അത് 1 മാർക്കായാലും 2 മാർക്കായാലും നിങ്ങൾ കമന്റ് ആയിട്ട് തന്നെ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങളുടെ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ടെന്ന്. പിന്നെ ഈ ക്വസ്റ്റ്യനിൽ പലതും അറിയില്ല എന്ന് കരുതി ആരും നിരാശരാവരുത്. കാരണം ഇത് PSC മുൻകാലങ്ങളിൽ നടത്തിയതാണ്. ഇനിയുള്ള PSCകളിൽ ഇതേപോലുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. അറിയാത്ത നിങ്ങൾ ഒന്നുകൂടി നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനേക്ക് കൂടി ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.